HMPV വൈറസ്, ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, അതാണ് വൈറസിന്റെ ഫുൾ നെയിം. ഈ വൈറസ് പുതിയ വൈറസ് അല്ല. ഇതിപ്പം ചൈനയിൽ ഔട്ട് ബ്രേക്ക് ആയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കണ്ട് വളരെ പാനിക് ആയിട്ടുള്ള ഒരു ന്യൂസാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ആ വൈറസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 2001 തന്നെ ഈ വൈറസ് ഡിറ്റക്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നോർത്ത് ചൈന മേഖലകളിലാണ് ഇത് കൂടുതൽ സ്പ്രെഡ് ആയിരിക്കുന്നത്. പിന്നെ ചൈനക്കാർ അറിയാമല്ലോ, ഓൾറെഡി തന്നെ ഒരു പാൻഡമിക് ആഗോളതലത്തിൽ സൃഷ്ടിച്ച ആൾക്കാരാണ് ചൈനക്കാർ. പറയുന്നത് മറ്റൊന്നുമല്ല, കോവിഡിനെ കുറിച്ച് തന്നെയാണ്. ഈ COVID-19 സൃഷ്ടിച്ച കോലാഹലങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാൻഡമിക് ആകുമോ എന്നുള്ള തലത്തിൽ ചൈനയ്ക്കുള്ളിൽ വളരെ പാനിക് സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ഏരിയയിലുള്ള ആൾക്കാർ, അതായത് ഈ ഒരു നോർത്ത് ചൈന മേഖലകളിൽ മാത്രമല്ലാതെ മറ്റുള്ള ചൈനീസ് മേഖലയിലുള്ള ഏരിയയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിന്റെ അവയർനെസ്സോട് കൂടിയാണ് ഇതിനെ സമീപിക്കുന്നത്. അപ്പൊ ചൈനയിലുള്ള ആൾക്കാർ ഓൾറെഡി തന്നെ ഒരു പാൻഡമിക്കിന് കാരണമായതുകൊണ്ട് തന്നെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ COVID-19 കുറിച്ചാണ്, ഈ കൊറോണ വൈറസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് കണ്ടതുകൊണ്ട് തന്നെ അപ്പൊ ചൈനയിലുള്ള ആൾക്കാരെല്ലാം ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വൈറ്റ് കളർ കിറ്റ് ഇട്ടുകൊണ്ടാണ് ചൈനയിൽ മൊത്തം ആൾക്കാർ സഞ്ചരിക്കുന്നത്. അതിന്റെ കൂടെ മറ്റേ ഹെൽമെറ്റിന്റെ ഗ്ലാസ് പോലത്തെ ഈ ഫേസ് കവർ ആയിട്ടുള്ള മാസ്കും കാര്യങ്ങളൊക്കെ അവർ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ ഇത് ഗ്ലോബലി തന്നെ ഒരു അറ്റൻഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നത്. അതേപോലെ ജപ്പാനിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. ജപ്പാനിലുള്ളത് ഈ ഒരു HMPV വൈറസിന്റെ ഇമ്പാക്ട് അല്ല, ജപ്പാനിലുള്ളത് നോർമൽ ഫ്ലൂ ആണ്. അപ്പൊ അവിടെ നിന്ന് ഒരു കേസ് പോലും ജപ്പാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ പ്രാഥമികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോർത്തേൺ ഭാഗത്തുള്ള ചൈനയുടെ സിറ്റികളിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗ്ലോബലി വേറെ ഒരു സ്ഥലത്തും ഇത് ഇപ്പൊ തൽക്കാലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ ഈ വൈറസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു RNA വൈറസ് ആണ്. അപ്പൊ ഇത് സിമിലർ ടു അതുപോലെ കൊറോണ വൈറസ് പോലെ തന്നെ ഒരു വൈറസ് ആണ്, RNA വൈറസ് ആണ്. ഇത് എവിടെയാണ് ഇത് ശരിക്കും നമ്മുടെ ബോഡിയിൽ അഫക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പർ റെസ്പിറേറ്ററി, ലോവർ റെസ്പിറേറ്ററി. അതായത് അപ്പർ റെസ്പിറേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലായല്ലോ, നോസ്, ത്രോട്ട് അതുപോലത്തെ കാര്യങ്ങളാണ് അപ്പർ റെസ്പിറേറ്ററിയിൽ വരുന്നത്. അതുപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലങ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് റെസ്പിറേറ്ററി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. ഇതിന്റെ സിംറ്റംസ് പറഞ്ഞേക്കാം. ഈ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റണ്ണി നോസ്, ഫ്ലൂ ആണ്, പിന്നെ തുമ്മലുണ്ടാവും, അലർജി, ഇതേപോലത്തെ നോർമലി കൊറോണയ്ക്ക് ഉണ്ടായ എല്ലാ തരത്തിലുള്ള ഒരു സിംറ്റംസും ഇതിനും വരുന്നതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് പകരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊറോണ പകരുന്ന പോലെ തന്നെയാണ് പകരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തുമ്മല്, ഇതേപോലെ ഡ്രോപ്സ്, എവിടെയെങ്കിലും ഡ്രോപ്ലെറ്റ് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്ട്, ഹാൻഡ് ഷേക്കിംഗ്. അപ്പം ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വളരെ ബാഡ് ആയിട്ട് ഇത് ഇമ്പാക്ട് ചെയ്യും. പ്രായം കൂടിയ ആൾക്കാർ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെയും ഇത് വളരെ സിവിയർ ആയിട്ട് തന്നെ ബാധിക്കും. അതുപോലെ തന്നെ മിഡിൽ റേഞ്ചിലുള്ള ആൾക്കാരെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബാധിക്കും. പക്ഷെ എല്ലാവരെയും അല്ല, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരെ ഇത് അഫക്ട് ചെയ്യും. ഇതാണ് പൊതുവിലെ ഈ ഒരു വൈറസിന്റെ സ്വഭാവം. ഇനിയിപ്പോ ഇതിന് മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു എപ്പിഡമിക് സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇതിന് വാക്സിൻ ഉണ്ടോ അഥവാ ഇതിന് മരുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ മരുന്നില്ല, ഇത് പ്രോഗ്രസ്സിലാണ്. അതായത് മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കുറെ കാലം കൊണ്ട്. 2001 മുതലേ ഇതിന്റെ റിസർച്ച് വർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കോവിഡ് പാൻഡമിക് വന്നതുകൊണ്ട് തന്നെ എൻറ്റയർ ഗ്ലോബൽ മെഡിക്കൽ തന്നെ അതിന്റെ പുറകിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെഡിസിൻ അണ്ടർ പ്രോസസ്സിലാണ്. മെഡിസിൻ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അപ്പൊ ഇതിന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും റണ്ണി നോസോ ഇതേപോലെ ഈ വൈറസിനെ കുറിച്ചുള്ള സിംറ്റംസ്, ഇതിന് ഏറ്റവും അവസാനം ഇച്ചിങ് ആയിട്ട് വരും. അതേപോലെ ചെറിയ സ്കിന്നിൽ ചില അലർജി, അതേപോലെ ചില പാടുകൾ, ചില സ്കിന്നിൽ ചെറിയ കുമിളകൾ പോലെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എല്ലാവർക്കും അത് വരാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഒരു റണ്ണി നോസ്, ഇങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആശുപത്രി പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തോന്നിയ പോലെയുള്ള മെഡിസിൻസ് എടുക്കാൻ പാടില്ല. സ്പെഷ്യലി ആന്റിവൈറൽ, ആന്റി ബാക്ടീരിയൽ മെഡിസിൻസ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു വൈറസ് ബാധ്യത ഏറ്റുകഴിഞ്ഞാൽ, ഈ ഒരു വൈറസിന്റെ അറ്റാക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിസിൻ, അതായത് ആന്റിവൈറൽ, ആന്റിബയോട്ടിക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ തന്നെയാണ് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസിന് പോകേണ്ടത്. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു വൈറസിനെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തിക്ക് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ബയോട്ടിക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആന്റി ബാക്ടീരിയൽ എടുക്കുമ്പോഴത്തേക്കും ആ ബയോട്ടിക്സും കൂടെ, അതായത് നമുക്ക് വേണ്ട, ശരീരത്തിന് വേണ്ട ഗുഡ് ബയോട്ടിക്സ് കൂടെ നശിക്കും എന്നുള്ള അവസ്ഥയാണ് ഈ ഒരു ആന്റി ബാക്ടീരിയൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്
ആന്റിബാക്ടീരിയൽ എടുക്കരുത് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്ന അസുഖങ്ങളെ കൃത്യമായിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കാണ് വേണ്ടത്. ഡീപ്പർ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ലൈഫ് ത്രെറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി തന്നെ ചികിത്സ നേരിടേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ഇതിന് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കൊറോണയ്ക്ക് നമ്മൾ എന്താണോ ചെയ്തത് 20 മിനിറ്റ് കൈ കഴുകുക എന്നുള്ളതാണ്. അതേ പ്രവൃത്തിയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു റൂൾസ്. അപ്പൊ ഈ തമ്പ് റൂൾസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിന് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ കൊറോണയ്ക്ക് എന്താണോ ചെയ്തത് അതേ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ ഈ വീഡിയോ HMPV വൈറസിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി ചെയ്തതാണ്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.